കനത്ത മഴയിൽ കോഴിക്കോട്ട് വൻ നാശം. വിലങ്ങാട് പന്നീരി ഉന്നതിയിൽ മണ്ണിടിച്ചിലുണ്ടായി ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. പന്നീരി ഉന്നതിയിലെ പാലിൽ ലീലയും കുടുംബത്തെയുമാണ് മാറ്റിപ്പാർപ്പിച്ചത്. ഗോകുൽ ചേരുന്ന വിവരങ്ങളുമായി. ഗോകുൽ, റെഡ് അലേർട്ട് നിലനിന്ന പ്രദേശമാണ്. ഇപ്പോൾ അലേർട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അതേസമയം കഴിഞ്ഞ സമയങ്ങളിൽ പെയ്ത കനത്ത മഴ വലിയ കെടുതികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. എന്തൊക്കെയാണ്? വീണ, ഇന്നലെ വൈകിട്ടും മിനിയാന്നുമൊക്കെ വലിയ രീതിയിലുള്ള മഴയാണ് കോഴിക്കോട് ജില്ലയിലെ എല്ലാ മേഖലയിലും റിപ്പോർട്ട് ചെയ്തത്. മലയോര മേഖലയിലും നഗരത്തിലും ഒരു വ്യത്യാസവുമില്ലാതെ ഒരുപോലെ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടാണ് മഴയ്ക്ക് അല്പശമനം വന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടം ജില്ലയിലെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് ഉന്നതിയിൽ ഒരു വീടിന്റെ പുറകിലേക്ക് മണ്ണിടിഞ്ഞു വീണു. അവരെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടിൽപ്പാലത്ത് കുറ്റ്യാടി പുഴയുടെ കൈവരിയായ കരിയങ്ങാട് പുഴയുടെ സൈഡ് ഇടിഞ്ഞു വീണിട്ട് 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 4 കുടുംബങ്ങളിൽ നിന്ന് 14ഓളം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. തീരത്തുള്ള മസ്ജിദുൽ ഫറൂഖ് പള്ളിയും ഈ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സും അപകട ഭീഷണിയിലാണ് എന്ന് പറയുന്നു. ഈ തോടിന്റെ ഭിത്തിയാണ്, അത് അല്ലെങ്കിൽ സൈഡ് തീരമാണ് ഇടിഞ്ഞു പോയിട്ടുള്ളത്. അങ്ങനെയാണ് 4 കുടുംബങ്ങളിൽ നിന്നുള്ള 14 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൊയിലാണ്ടി നടേരി കടവ് പള്ളിക്ക് സമീപം മരം പൊട്ടി വീണിട്ട് വൈദ്യുതി പോസ്റ്റുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. രാജീവ് ഉന്നതി, നടേരി സൗത്ത് എന്നീ സ്ഥലങ്ങളിലേക്കുള്ള വൈദ്യുതി ബന്ധമാണ് തകരാറിലായിട്ടുള്ളത്. മിനിയാന്നത്തെ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ നാശനഷ്ടങ്ങളുടെ അളവ് കുറവാണ്. എന്നാൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഈ കടലിലേക്കൊന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള ആളുകളുടെ പോക്കിനെ തടഞ്ഞിട്ടുണ്ട്, നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്വാറികളുടെ പ്രവർത്തനം വിലക്കിയിട്ടുണ്ട്, കിണർ നിർമ്മാണം വിലക്കിയിട്ടുണ്ട്, മണ്ണെടുപ്പ് വിലക്കിയിട്ടുണ്ട്, കടലിൽ നിന്നും പുഴയിൽ നിന്നുമുള്ള മണ്ണെടുപ്പ് വിലക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ വിലങ്ങാട് കൂടുതൽ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് ആയിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൂടുതൽ ശക്തമായ മഴ വരികയാണെങ്കിൽ വിലങ്ങാടുള്ള 50ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലിക സംവിധാനം വിലങ്ങാട് പാരിഷ് ഹാളിലും സെന്റ് ജോസഫ് പള്ളിയിലുമൊക്കെ ആയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമാക്കുന്നു. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നുമുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും പാലിക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇടവിട്ട് മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഇന്നലെ രാത്രി മുതൽ അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഈ സമയം വരെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് കുറച്ച് സമയം മഴ പെയ്യുന്നു, ശക്തമായ രീതിയിൽ മഴ പെയ്ത് വലിയ അളവിൽ വെള്ളം വരുന്നു, കുറച്ച് സമയത്തേക്ക് മഴ ഇല്ലാതിരിക്കുന്നു, പിന്നീട് വീണ്ടും വരുന്നു എന്ന രീതിയിലാണ് മഴ ഉണ്ടാവുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പക്ഷേ മഴ പെയ്യുന്നതായിട്ടുള്ള അറിവ് തന്നെയാണ് ലഭിക്കുന്നത്. മലയോര മേഖലയിൽ ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടു ശക്തമായ മഴ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരവഴഞ്ഞിപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പുഴകളിലെ ജലനിരപ്പ് ഉയർന്നതായിട്ടുള്ള നിർദ്ദേശമുണ്ട്. അതിനാൽ തന്നെ ഈ പുഴയുടെ സൈഡുകളിൽ താമസിക്കുന്ന ആളുകളോട് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. വടക്കൻ മലബാറിൽ ഭൂരിപക്ഷം ജില്ലകളിലും റെഡ് അലർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3 മണിക്കൂറുകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്ഡേറ്റുകൾ ഉണ്ടാവുന്നു. ഇപ്പോഴും മഴ മൂടിയ അന്തരീക്ഷമാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്നത്. ശരി ഗൂഗിൾ.